നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. കേരള PSCയുടെ ഓഗസ്റ്റ് മാസത്തിൽ നടക്കുന്ന ഒരു പരീക്ഷയാണ് ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻറ്റ് ലീഗൽ മെട്രോളജി. അപ്പോൾ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്കുള്ള സിലബസ് ആണ് പറയുന്നത്. അപ്പോൾ എത്ര മാർക്കാണ് ഓരോ ടോപ്പിക്കിനും വരുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ടോട്ടൽ മാർക്ക് വരുന്നത് 100 മാർക്കാണ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ ഈ ഒരു ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻ്റ്, അപ്പോൾ ലീഗൽ മെട്രോളജിയുമായിട്ടുള്ള ബന്ധപ്പെട്ട ടോപ്പിക്കുണ്ട്, അതിന് 10 മാർക്കാണുള്ളത്. ഇനി ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം. പൊതുവിജ്ഞാനം എന്ന് പറയുമ്പോൾ ഇവിടെ ചരിത്രം 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5, ധനതത്വശാസ്ത്രം 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന 5, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 3, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 4 മാർക്ക്, ഭൗതികശാസ്ത്രം 6, അതുപോലെ രസതന്ത്രം 5 മാർക്ക്, കലാ കായികം സാഹിത്യം സംസ്കാരം 3 മാർക്ക്, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 4 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾക്ക് 10 മാർക്ക്, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും അതിന് 15 മാർക്കാണുള്ളത്. ജനറൽ ഇംഗ്ലീഷിന് ഇവിടെ 10 മാർക്ക്, പ്രാദേശിക ഭാഷകൾ അതായത് മലയാളമാണ് ചൂസ് ചെയ്തവർക്ക് മലയാളമായിരിക്കും വരുന്നത്. അങ്ങനെ നമുക്കിവിടെ 10 മാർക്കാണ് ഇതിനും വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 55 മാർക്കോളം ഇത്രയും പോർഷൻസിന് വരുന്നുണ്ട്. അപ്പോൾ ബാക്കി 45 മാർക്ക് പൊതുവിജ്ഞാനത്തിനാണ് വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ലീഗൽ മെട്രോളജിയുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് ആദ്യം നോക്കാം. എന്നിട്ട് കോമൺ ആയിട്ട് എല്ലാ എക്സാമിനും തന്നെ വരുന്ന ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ 10 മാർക്കിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്സ് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ? ബേസിക്സ് ഓഫ് ലീഗൽ മെട്രോളജി 5 മാർക്ക്, ഇൻ്റർനാഷണൽ ആൻഡ് നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, ഇൻ്റർനാഷണൽ organizations and laboratories of legal metrology, OIML, NPL, MINT, RRSL, etc., measuring equipments, length measures, volume measures, weighing machine, screw gauge, vernier caliper, barometer, sphygmomanometer, thermometer and lactometer, uncertainty in measurement, precision and accuracy, arising measurements. Needs of measurement, history of measurement. Important sections and rules of legal metrology. ആദ്യത്തേത് സെക്ഷൻസ് ഓഫ് ലീഗൽ മെട്രോളജി ആക്ട് 2009, അതിന് 1 മാർക്കാണ് ഇതിന് വരുന്നത്. S17 അത് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. S17 എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറേഴ്സ് എക്സെട്ര ടു മെയിൻറ്റെയിൻ റെക്കോർഡ് ആൻഡ് രജിസ്റ്റർ. S18 ഡിക്ലറേഷൻ ഓൺ പ്രീ പാക്കേജ്ഡ് കൊമോഡിറ്റീസ്. നിങ്ങൾക്ക് ഈ ഒരു സിലബസ് ഫുള്ളായിട്ട് PDF ഡൗൺലോഡ് ചെയ്യുക, അതിനുള്ള ലിങ്ക് താഴെ കൊടുക്കാം. S22 അപ്രൂവൽ ഓഫ് മോഡൽ, വെരിഫിക്കേഷൻ ആൻഡ് സ്റ്റാമ്പിംഗ് ഓഫ് വെയ്റ്റ് ഓർ മെഷർ ആണ് S24. S25 പെനാൽറ്റി ഫോർ യൂസ് ഓഫ് നോൺ സ്റ്റാൻഡേർഡ് വെയ്റ്റ് ഓർ മെഷർ. അപ്പം ഇങ്ങനെ വരുന്ന സെക്ഷൻസ് ഓഫ് ലീഗൽ മെട്രോളജി ആക്ട് 2009 അതിന് 1 മാർക്ക്. അപ്പോൾ അതിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് റൂൾസ് ഓഫ് ലീഗൽ മെട്രോളജി പാക്കേജ്ഡ് കമ്മോഡിറ്റി റൂൾസ് 2011 ആണ്. അതിൽ 2 മാർക്സ് ആണ് കൊടുത്തിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇതിൽ പാക്കേജ്ഡ് കമ്മോഡിറ്റി റൂൾസ് എന്ന് പറയുമ്പോൾ ഡിക്ലറേഷൻ ടു ബി മെയ്ഡ് ഓൺ എവറി പാക്കേജ്, റൂൾ നമ്പർ 6 ആണത്. റൂൾ നമ്പർ 7 എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഡിസ്പ്ലേ പാനൽ, ഇറ്റ്സ് ഏരിയ, സൈസ് ആൻഡ് letter etc. Declaration where to appear, declaration of name and address of the manufacturer. ഇനി അടുത്ത 2012 റൂൾസ് ഓഫ് കേരള ലീഗൽ മെട്രോളജി എൻഫോഴ്സ്മെൻറ്റ് റൂൾസ് ഉണ്ട്. റൂൾ 14 മുതൽ 14, 15, 16, 17, 22, 23, 24. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് 2 മാർക്കാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ആദ്യം നമ്മൾ പറഞ്ഞു 5 മാർക്ക് ഇവിടെ വന്നു. അങ്ങനെ ടോട്ടൽ നമുക്ക് 10 മാർക്ക് ഇവിടെ 2, 2, 1 അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റ് ടോപ്പിക്സിലേക്ക് പോകാം. ഇപ്പോൾ ഈ 10 മാർക്ക് അല്ലാതെ നമുക്ക് കോമൺ ആയിട്ട് എല്ലാ PSCക്കും പഠിക്കുന്ന GK മുതൽ നമുക്ക് നോക്കാം. പൊതുവിജ്ഞാനത്തിൽ ആദ്യം തന്നെ ചരിത്രം 5 മാർക്കാണ്. എല്ലാ തവണയും പറയുന്നത് പോലെ കേരളം, ഇന്ത്യ, ലോകം എന്നിവയാണ് ചരിത്രത്തിൽ. കേരളത്തിൻ്റെ ചരിത്രം, ഇന്ത്യയുടെ ചരിത്രം, ലോകത്തിൻ്റെ ചരിത്രം. അടുത്തത് ഭൂമിശാസ്ത്രം, അതിനും 5 മാർക്കാണ്. ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മുതൽ പിന്നെ ഇന്ത്യയെ പറ്റിയുള്ളതും കേരളത്തെ പറ്റിയുള്ളതും പ്രത്യേകം പഠിക്കണം. അടുത്ത ധനതത്വശാസ്ത്രം, അതിനും 5 മാർക്കാണ്. ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 3 മാർക്ക്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 4 മാർക്ക്, ഭൗതികശാസ്ത്രം 6 മാർക്ക്, രസതന്ത്രം 6 മാർക്ക്, കലാകായികം സാഹിത്യം സംസ്കാരം 3 മാർക്കാണ്. അതുപോലെ
ഇപ്പോൾ കായികം, സാഹിത്യം എല്ലാത്തിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. ഇനി കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾക്ക് 4 മാർക്കാണ്. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ്, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്. ആനുകാലിക വിഷയങ്ങൾക്ക് 10 മാർക്കാണ്. ഇപ്പോൾ ഈ മുമ്പ് പറഞ്ഞിരിക്കുന്ന ഏതൊരു ടോപ്പിക്കിൽ നിന്നുമുള്ള കലാകായികം, സാഹിത്യം, സംസ്കാരം, അതുപോലെ തന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, അങ്ങനെയുള്ള ഏതൊരു പോർഷനിൽ നിന്ന് പോലും നമുക്ക് ആനുകാലികം പ്രതീക്ഷിക്കാവുന്നതാണ്. ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും ലഘുഗണിതത്തിന് 10 മാർക്കാണ്. അതുപോലെ മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയ്ക്ക് 5 മാർക്കാണ്. അപ്പം ഇങ്ങനെയാണ് 15 മാർക്ക് ആദ്യം നമ്മൾ അതിൻ്റെ ഒരു പാറ്റേൺ കാണിച്ചിരുന്നു. എത്ര മാർക്കാണ്? അപ്പം ഈ ഒരു ഡിവിഷൻ വരുന്നത് അങ്ങനെയാണ്. ജനറൽ ഇംഗ്ലീഷിന് 5 മാർക്ക് ഗ്രാമറിൽ വരും, അതുപോലെ വൊക്കാബുലറിക്ക് 5 മാർക്ക് വരും. അങ്ങനെയാണ് ഇംഗ്ലീഷ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പ്രാദേശിക ഭാഷകൾക്ക് 10 മാർക്കാണ്. 10 മാർക്ക് മലയാളം ചൂസ് ചെയ്തവരാണെങ്കിൽ പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാന പദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം എന്നിങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് കന്നഡ ചൂസ് ചെയ്തവർക്ക് അതിനനുസരിച്ചായിരിക്കും ചോദ്യങ്ങൾ വരിക. അപ്പോൾ ഈ ഒരു മലയാളത്തിൻ്റെ ഗ്രാമർ ആണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എല്ലാ ടോപ്പിക്കിൻ്റെയും. അതിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. കൂടാതെ മലയാളത്തിൻ്റെ തന്നെ ചോദ്യോത്തരങ്ങളായിട്ടുള്ള പ്ലേലിസ്റ്റുകളും അവൈലബിൾ ആണ്. പുതുതായിട്ട് ക്ലാസ്സുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് ടോപ്പിക്കിലാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണമെന്നും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. വേറെ ഏത് സബ്ജക്റ്റിലെ വേറെ ഏത് എക്സാമിൻ്റെ സിലബസ് ആണ് വേണ്ടതെന്നും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ലീഗൽ മെട്രോളജി എക്സാമിന് തയ്യാറെടുക്കുന്നവർ അതിന് വേണ്ടി ലീഗൽ മെട്രോളജിയുടെ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കാൻ ഉപയോഗിക്കുന്ന ബുക്സ് ഏതൊക്കെയാണെന്ന് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.